കുടുംബക്കാരനും പരിഗണിക്കാത്ത ഒരു വിഷയം നമ്മുടെ കുടുംബത്തിലുള്ളത് എന്തറിയോ? നമ്മുടെ കുടുംബത്തിലെ ആളുകളുടെ ആദർശത്തിന്റെ വിഷയമാണ്. നമ്മുടെ മക്കളുടെ ആദർശത്തിന്റെ വിഷയമാണ്. മക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ അയൽവാസി വന്നുകൊള്ളണമെന്നില്ല, നമ്മുടെ കൂട്ടുകാരൻ വന്നുകൊള്ളണമെന്നില്ല, കുടുംബക്കാരുണ്ടായിക്കൊള്ളണമെന്നില്ല. ആ മക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാൽ വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു വാപ്പയുടെയും മകന്റെയും ചരിത്രം പറയുന്നുണ്ട്. ആ വാപ്പയുടെ പേര് ലുഖ്മാൻ അലൈഹിസ്സലാം. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? മകനെ വിളിച്ചുകൊണ്ട് ഉപദേശം നൽകുന്ന ചരിത്രം പറഞ്ഞിട്ട് ആരംഭിക്കുന്നത്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് കേട്ടോ. ഇന്ന ശിർക ലദുൽമുൻ അദീം. തീർച്ചയായിട്ടും ശിർക്ക് മഹാദുൽമാകുന്നു, മഹാ അക്രമമാകുന്നു മോനെ. ആ വിളിച്ച് നമ്മുടെ മക്കളെ ശിർക്കിന്റെ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താൻ പ്രിയപ്പെട്ട വാപ്പാരെ ഉമ്മാരെ നമുക്ക് പറ്റിയിട്ടുണ്ടോന്ന് ആലോചിച്ച് നോക്കി. എന്താണ് എൻ്റെ മകൻ അവസാനമായിട്ട് ഞാൻ കൊടുത്ത ഇസ്ലാമിക ഉപദേശം എന്താണെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുക്കല്? എന്തൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടൊരു കളിയില്ലട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ പറ്റണം. ഇസ്ലാഹി ആദർശക്കാർക്ക് അതിന് കഴിയണം. തൗഹീദ് കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയവരാ നമുക്കതിന് കഴിയണം എന്നാണ് പ്രിയപ്പെട്ടവരെ. കുട്ടി സ്പോർട്സിൽ ഉഷാറാണ്, ആർട്സിൽ ഉഷാറാണ്, എല്ലാത്തിനും ഉഷാറാണ് പറയണം. എൻ്റെ ചാട്ടം ഓട്ടം ഒക്കെ റെഡി തന്നെ, അള്ളാനെ മറക്കരുത് കേട്ടോ. എൻ്റെ പാട്ടും ഡാൻസും ഒക്കെ റെഡി തന്നെ, അള്ളാനെ മറക്കരുതെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ്. അവിടെയും മറ്റൊരു മാതൃകയുണ്ട്, യാ ബുനയ്യ എന്ന പ്രയോഗം. ഞാൻ പോലും പറഞ്ഞ എന്താ പൊന്നു മോനെ എന്ന അർത്ഥം പറഞ്ഞേ. നമുക്ക് മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയാൻ കഴിയൂ. പക്ഷേ അറബിയിലെ യാ ബുനയ്യ എന്നതിനൊരു പൊന്നുമോനെ എന്നുള്ള വിളിയിൽ ഒതുക്കാൻ കഴിയില്ല. അതിനേക്കാൾ സ്നേഹമുള്ള വിളിയാണ്, അതിനേക്കാൾ സ്നേഹമുള്ള വിളി പൊന്നുമോനെ എന്ന വിളിയിൽ ഒതുക്കാൻ കഴിയില്ല. ഇസ്ലാമികപരമായ ഉപദേശം കൊടുക്കുമ്പോൾ പലപ്പോഴും എന്തുണ്ടാവില്ല എന്നറിയാം? ഈ സ്നേഹം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആവശ്യത്തിന് ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലും വിരുന്നാരൊക്കെ വന്നാൽ ആ സമയത്ത് മിച്ചർ വാങ്ങാനും ചിപ്സ് വാങ്ങാനും മോനെ പറഞ്ഞേക്കണമെങ്കിൽ മോനോട് സോപ്പിട്ടുള്ള വിളിയിലൊക്കെ എന്തുണ്ടാവും? എടാ മോനെ, എടാ അത് എന്നൊക്കെ ഉണ്ടാവും. എന്നാലോ പള്ളിക്ക് വിളിക്കുമ്പോൾ, മദ്രസക്ക് എങ്ങനെ കുട്ടികളെ വിളിച്ചല് എന്ന് ആലോചിച്ചാൽ മതി. മദ്രസക്ക് പോകാൻ കുട്ടികളെ വിളിക്കുമ്പോൾ എടാ മോനെ സ്നേഹം ഒന്നും ഉണ്ട്, നീച്ചു പോയി കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളം കൊടുത്ത് പോരുന്നേക്കാരം പറയാം, അല്ലെങ്കിൽ ഇന്ത്യക്കൊന്ന് കിട്ടുന്നവർ. പള്ളിക്ക് പോകണില്ല എന്നാ ചോദിക്കുക, എൻ്റെ പാൻ്റ് എന്താ അങ്ങനെ ചോദിക്കുക. ഒരു സ്നേഹം ഒന്നും ഉണ്ടാവില്ല. ഇസ്ലാമിക ഉപദേശങ്ങൾ പറയുന്നിടത്തും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നിടത്തും എൻ്റെ തട്ട എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, അതൊന്നും മര്യാദ കിട്ടോണ്ടി, അതൊന്നും അല്ല. ഈ സ്നേഹത്തിലൊന്നും അതുണ്ടാവില്ല. സ്നേഹത്തിന്റെ ഒരു വിളി ഇസ്ലാമിക നിർദ്ദേശം കൊടുക്കുന്നിടത്ത് ഉണ്ടാവില്ല. എത്ര കാലമായി പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ലുഖ്മാന് നമ്മൾ മറിച്ചും തിരിച്ചു ഓതി അടച്ചു വെക്കുന്നു? എത്ര റമദാനിലാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നത്? എത്ര തവണ സൂറത്തുൽ ലുഖ്മാനിലൂടെ നമ്മൾ കടന്നുപോയി? എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ തവണയെങ്കിലും എൻ്റെ കുട്ടിനെ വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് ട്ടോ പ്രധാനമെന്ന് പറയാൻ പ്രിയപ്പെട്ട വാപ്പമാരെ നമുക്ക് കഴിഞ്ഞാലേ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിലേക്കാണ് കയറിയാലേ, പിന്നെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓനെ വിളിക്കണ്ട. ഇവിടെ കസേര ഇടാനും ഓൻ മുന്നിലുണ്ടാവും, ഇവിടെ എല്ലാ പ്രോഗ്രാമിനും ഓൻ മുന്നിലുണ്ടാവും, നമ്മളൊന്നും പറയണ്ട. ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചില കാര്യത്തിലേക്ക് നമ്മളെ മക്കളൊക്കെ കൂട്ടിക്കൂടുന്നാലേ വരുമ്പോൾ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവര് കേട്ട ചില വാചകങ്ങളും ചില പ്രയോഗങ്ങളും ഖുർആനിന്റെ ആയത്തും അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. ഞാൻ ഖുതുബ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരാളെങ്ങനെ പരിചയപ്പെട്ടു. ഒരിക്കൽ അദ്ദേഹം വന്നിങ്ങനെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാര ശൈലി കേട്ടപ്പോൾ സാധാരണ ഒരു മുസ്ലിം ശൈലി അല്ല, ഒരു വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതിന് മറുപടി അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാൻ ശ്രമിക്കണം എന്തരോ, എങ്ങനെ ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളതാണ്. അള്ളാഹു കണ്ട നാടിയേക്കാൾ അടുത്തവനാണ് എന്ന വിശുദ്ധ ഖുർആനിലെ ഹബ്ലുൽ വരീദ് എന്നൊരൊറ്റ പ്രയോഗം കൊണ്ട് ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നമ്മൾ എത്ര കാലം ഇത് കേൾക്കണം, അള്ളാഹ് അടുത്തുണ്ട് എന്ന ചിന്തന പറഞ്ഞ് ആലോചിച്ച് പോകാന്നല്ലാതെ അതിനെ മാത്രമൊന്ന് ആലോചിക്കാൻ നമുക്ക് നേരം സമയമൊന്നും കിട്ടിയിട്ടില്ല. നമ്മളെ കുട്ടികളെയും കൊണ്ട് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിലൊക്കെ വന്നിരുന്നാലേ നമ്മളിങ്ങനെ കേട്ടാണ് പോവും. പക്ഷെ കുട്ടിന്റെ മനസ്സിൽ ചിലതൊക്കെ ഇങ്ങനെ കോറിയിട്ടിട്ടുണ്ടാകും. അത് അവന്റെ പരലോകത്തിന് നേട്ടമാവും, നമ്മുടെ കുടുംബത്തിനത് നേട്ടമായി മാറുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലുള്ള മക്കൾ എന്നല്ല ബാക്കിയുള്ളവർക്കൊക്കെ ഇൽമിയായ ദീനിയായ സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. നാടുകളിൽ എല്ലാവർക്കും ഇതേപോലെ വന്നിരിക്കാനുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം. വെള്ളിയാഴ്ച ദിവസം ഭാര്യയോട്
പള്ളിക്ക് പോകാൻ പറയണം, കുട്ടികളോട് പറയണം, കുട്ടികളെ ദീന് പഠിപ്പിക്കണം. അതല്ലാത്ത സംവിധാനങ്ങൾ ഉണ്ടാക്കണം. MSMല് നമ്മുടെ മക്കൾ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കുട്ടിക്ക് എത്ര വയസ്സായി? എൻ്റെ കുട്ടി MSMൽ ഉണ്ടോ? ISMന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ 18-ും 45-നും ഇടയിലുള്ള നമ്മുടെ മക്കളോട് ചോദിക്കുക, ISMന്റെ മെമ്പർഷിപ്പ് എടുത്തോ? ISMന്റെ മെമ്പർഷിപ്പ് എടുത്താൽ മാസാമാസം റേഷൻ ഒന്നും കിട്ടൂല, ഒന്നും ഉണ്ടാവില്ല. എന്നാലും ആ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഓനെ വിളിക്കും ഫോണിൽ ആൾക്കാർ. അപ്പൊ അവിടെ ഒന്ന് പോയിരുന്ന് 2-3 പരിപാടിക്കുണ്ട് ലോക്കായ പിന്നെ നാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഓനുണ്ടാവും. ചോദിക്കാൻ പറ്റണം. ഇവിടെ ISMന്റെ ആൾക്കാരോട് ചോദിക്കണം, മെമ്പർഷിപ്പ് കഴിഞ്ഞില്ലെങ്കിൽ ഇതാ എൻ്റെ കുട്ടീൻ്റെ നമ്പർ ഇതാണ്, ഒന്ന് വിളിച്ചു നോക്കി, ഇത് ഓനൊന്ന് ആഡ് ചെയ്തില്ല, ഞാൻ പറഞ്ഞോളാം എന്ന് പറയാൻ ഒരു ഉമ്മക്ക് പറ്റണം, ഒരു വാപ്പക്ക് പറ്റണം. MSMന്റെ പ്രായമുള്ള മക്കളെ MSMന്റേതായ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളെ സമ്മേളനം വരാണ്ടല്ലോ, എൻ്റെ മോനുണ്ടാവും നിങ്ങളെ കൂടെ. ഹൈസെക് ഉണ്ടല്ലോ, പ്രോഫ്കോൺ ഉണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ, MSMന്റെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അവിടേക്ക് ഇതാ എൻ്റെ കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടിയെ ചേർത്ത് നിർത്തി കൊടുക്കാൻ, സ്റ്റുഡൻസ് വിങ്ങിലേക്ക് പെൺകുട്ടികളെ ചേർത്ത് നിർത്തി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ്. അതുകൊണ്ട് ഭൗതികപരമായ ഒരു നേട്ടം ഉണ്ടാവില്ല, പക്ഷെ പരലോകത്തേക്ക് മാത്രം ആ നേട്ടങ്ങൾ മാറ്റിവെക്കണമെന്നാണ്. അതുകൊണ്ട് ഈ ഒരു ശ്രദ്ധ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാനും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ തേടി കണ്ടെത്തി പോണം എന്നാണ്. ഈ നാട്ടിൽ കഴിഞ്ഞ വർഷമാണ് പള്ളി വന്നത്. കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ടാവും. വരുന്ന സമയത്ത് ഇങ്ങനെ സലഫി മസ്ജിദ് ഒരു പച്ച ആരോ മാർക്ക് ഞാൻ അങ്ങനെ കണ്ടും ചെയ്തു. അവിടെ ആണോ പള്ളി, അവിടെ ആണോ പ്രോഗ്രാം, ഞാൻ അങ്ങനെ ഏന്തി നോക്കിയിട്ട് എങ്ങനെ പോകുന്നത്. വലിയ സന്തോഷമാണ്. ആ പള്ളി ഇവിടെ ഈ നാട്ടിലെ വെളിച്ചം പകരുന്നൊരു കേന്ദ്രമായി മാറണം. ഈ സംസാരം കേൾക്കുന്നവരിലെ ഈ മഹല്ലിലെ ആളുകൾ, ഈ നാട്ടിലെ ആളുകൾ, ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ഇത് തുടർത്തിക്കൊണ്ടു പോകണം. ഇതേപോലെ ആൾക്കാരെ, ഒരു ചോറും കൊടുക്കാതെ ആൾക്കാർ ഇവിടെ വരും, ഉണ്ടാവും. നമ്മളിങ്ങനെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ആ നാട്ടിലും മഹല്ലിലും അതിൻ്റെ മാറ്റം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പണിയെടുക്കാൻ കഴിയണം. നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പോയാൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം. ചെറിയ മക്കൾക്കും അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം നമുക്ക്. ഇത് പലപ്പോഴും നമ്മുടെ ചെറിയ കുട്ടികളെ വിഷയത്തിലാണ്. മദ്രസിലല്ലേ, മദ്രസ് പോകുമ്പോൾ റെഡി ആയിക്കോളും, മദ്രസ് നിന്ന് പഠിക്കാന്ന് പറഞ്ഞു വിടലാണ്. അല്ല, ചെറുപ്പം മുതൽ മനഃപൂർവ്വം. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നും ഞാൻ കേൾക്കലില്ല. പിന്നെ ഉമ്മാരൊക്കെ പറയും, കുട്ടികൾ ചോറും തിന്നണില്ലെങ്കിൽ അള്ളാഹു തിജ്ജിലിടും. തിജ്ജ് എന്നാണെങ്കിൽ മലപ്പുറം ഈ നിലമ്പൂർ ഭാഗത്ത് അള്ളാഹു തിജ്ജിലിടും എന്ന് പറയും. അള്ളാഹ് തീയിലിടുന്ന ഒരാളായിട്ടാണ് പരിചയപ്പെടുത്തി കൊടുക്കുക. അല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു പഴം, ഒരു ആപ്പിൾ ആവട്ടെ, ആ ആപ്പിൾ മുറിച്ച് കുട്ടിക്ക് കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ രുചിയുണ്ടെന്ന് പറയുമ്പോൾ അതിൽ മധുരം നിറച്ചത് അള്ളാഹുവാണെന്ന് ആ ഒരു സാഹചര്യത്തിൽ പറയാൻ കഴിയണം. ഒരു ആപ്പിൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വലിയ ഒരു ആപ്പിൾ എടുത്തിട്ട് കുട്ടീനോട് കാണിച്ചത് എന്താ കളറ്, കുട്ടി പറയും റെഡ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ പറയും. ഇതിനാരാ കളർ കൊടുത്തത്? നമുക്ക് വേണ്ടി അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കുക, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് എടുക്കുക, തിന്ന് അടിക്കുക, അത് മതി. പക്ഷെ അവിടെ ഒരു ശ്രമം നടത്തിയാൽ, ഇതാരാ ആപ്പിൾ ഉണ്ടാക്കിയത്, ആരാ ഇതിന് കളർ കൊടുത്തത്, കുട്ടിനെ കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ആ പൂവ് അതിൻ്റെ നിറം എന്താ, ആരാ അതിന് നിറം കൊടുത്തത്, കുട്ടിനെ കൊണ്ട് ബീച്ചിക്ക് പോയപ്പോൾ ആരാണ് അങ്ങനെ ആ തിരമാല ഉണ്ടാക്കിയത്, ആരാ കടലിൽ മീനുണ്ടാക്കിയത്, ആരാണ് ആ സൂര്യൻ അവിടെ ഉണ്ടാക്കിയത്, അത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. ബോധപൂർവമായ ശ്രദ്ധയുണ്ടാവണം. ഇതിൽ ഉമ്മക്കും വാപ്പക്കും ഒക്കെ കൃത്യമായ റോളാണ്. ഈ മക്കളോടുള്ള കടമ എന്ന് പറയുമ്പോഴേ അതിങ്ങനെ 6ാം ക്ലാസ് അല്ലെങ്കിൽ പിന്നെ 6 വയസ്സായി മദ്രസക്ക്, അത് കഴിഞ്ഞാൽ അവിടെ, അത് കഴിഞ്ഞാൽ അറബി കോളേജ്, കഴിയുമ്പോൾ മാത്രം തീരുന്നതല്ല. നിസ്കരിച്ചോന്ന് പറയുമ്പോൾ മാത്രം തീരുന്നതല്ല. മക്കളെ വളർത്തിക്കൊണ്ടുവരാ ഇസ്ലാമികമായിട്ട് എന്നുള്ളത് വലിയ മെനക്കെടുള്ളത് തന്നെയാണ്. അത് ബോധപൂർവം നമ്മൾ നടത്തേണ്ട ഒരു ഉമ്മാന്റെ മാത്രം റോളല്ലത്. ഒരു ഉപ്പാന്റെ റോളും ഉമ്മാന്റെ റോളും അവർ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ചിലപ്പോൾ ഉമ്മ എന്തെങ്കിലും ഒരു വിഷയത്തില് പിന്നെ കടുംപിടുത്തം പിടിക്കുമ്പോൾ വാപ്പ പറയും, ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ ഒന്നും വേണ്ട, അപ്പൊ തന്നെ ഇടങ്ങാറാക്കണ്, കുട്ടി തട്ടിട്ടു, ഓളപ്പുള്ളവരൊക്കെ അങ്ങനെ തന്നെ ഓൾ അങ്ങനെ പോയിക്കോട്ടെ. പ്രായപൂർത്തിയായ പെൺകുട്ടിനെ വാപ്പ ലൈസൻസ് കൊടുക്കണേ, ഓക്ക് തോന്നിയ മാതിരി പോയിക്കോട്ടെ. ഓളെ കൂട്ടുകാരത്തിന്റെ കൂടെ അല്ലേ, ഓലാണ് പോയിക്കോട്ടെ, തിരുവനന്തപുരത്ത് കല്യാണം കഴിഞ്ഞിട്ട് പോന്നാൽ മതി. നേരെ തിരിച്ചും ഉണ്ടാവും. ചിലപ്പോ വാപ്പാക്ക് ചില നിർബന്ധം ഉണ്ടാവും. എൻ്റെ ആ ഷൂ, അത് സോക്സ് ഇട്ടുകാണ്ട് യൂണിഫോമിൽ സോക്സ് ഇട്ടൂടെ, അത് പറ്റൂലല്ലോ, കാല് കാണാൻ പറ്റൂലല്ലോ, വാപ്പാന്റെ നിർദ്ദേശം. അപ്പം ഉമ്മാന്റെ അവിടെ നിന്നുള്ള പിന്നെ ഒപ്പമുള്ളവരൊക്കെ അങ്ങനെ, എന്നിട്ട് നിങ്ങളിതിങ്ങനെ പറയാ. ഇതങ്ങനെയല്ല. ഒരുമിച്ചിരുന്ന് മക്കൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ട്, അപ്പൊ ചില വിഷയത്തിൽ കുട്ടി വാപ്പാന്റെ അടുത്തേക്കും, ചില വിഷയത്തിൽ കുട്ടി ഉമ്മാന്റെ അടുത്തേക്കും. അവിടെ ദീൻ എന്താ നോക്കിയിട്ട് പ്രിയപ്പെട്ടവരെ ഒന്നിച്ചു നിന്ന് നമ്മുടെ മക്കൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നാണ്. ഇല്ലെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകൂല എന്നാണ്. നമ്മൾ പറഞ്ഞല്ലോ, ചില ദിക്റുകളും ദുആകളൊക്കെ ചെറുപ്പം മുതലേ നമ്മുടെ മക്കൾക്ക് ബോധപൂർവ്വം നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മളെ കാറുകൾ കയറുമ്പോഴേ അവിടെ നമ്മൾ പറഞ്ഞു, ഡോറന്റെ അടച്ച എന്ത് പറഞ്ഞു കൊടുക്കണം,
സുബ്ഹാനല്ലദീ സഖറല. അതിന് ആദ്യം നമ്മക്കത് അറിയണം. നമ്മൾ പറയുമ്പോൾ എന്നാലേ കുട്ടികളത് പറയുള്ളൂ. ഉറക്കത്തുനിന്ന് എണീക്കുമ്പോൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹി ഇല്ലദീ എന്ന് പറഞ്ഞിട്ട് കുട്ടിനെ എണീപ്പ്. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എങ്ങനെയാണ് കൊണ്ടുവരിക? ചെറിയ കുട്ടിനെ എടുക്കുമ്പോൾ തന്നെ കുട്ടിക്ക് അതൊന്നും തിരിയാത്ത സമയത്ത് തന്നെ അതെടുത്ത് ഇങ്ങനെ കുട്ടിനെ കൊടുന്ന ആ കുട്ടിന്റെ തലയിൽ അതങ്ങനെ ഫീഡ് ചെയ്യും. രാത്രി ഇങ്ങനെ ഉറക്കാൻ വേണ്ടി താരാട്ടിന്റെ കൂടെ എന്താണോ ഇസ്ലാം പറഞ്ഞ പ്രാർത്ഥന അതുകൂടിയാണ് പഠിപ്പിച്ചു കൊടുത്താൽ, അല്ലെ? ഒരാളൊരു സമ്മാനം തന്നാൽ, മുട്ടായി തന്ന നമ്മൾ താങ്ക്സ് പറയും. അല്ല, ജസാക്കല്ല പറയുന്നു പറയണേ. ഇനി നമ്മളത് ആദ്യം പറയണ്ടോ എന്നുള്ളതാണ്. ജസാക്കല്ല പറയൂ എന്ന് മക്കളോട് പറയാൻ കഴിയണം. അൽഹംദുലില്ല പറയണ്ടോ എന്നാണ്. അസ്സലാമു അലൈക്കും എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയണം. അതൊന്ന് ക്ലിയർ ആയിട്ട് അസ്സലാമു അലൈക്കും എന്നൊന്നും ചിലപ്പോൾ പറയാൻ കഴിയില്ല. അസ്സലാലാന്നേക്കാരം മതി. ആ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കുട്ടി അറിഞ്ഞോട്ടെ. ചെറുപ്പം മുതൽ മക്കളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി. ഒന്ന്, ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാവണം എന്നാണ്. എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ അവസാനം പ്രാർത്ഥിച്ചത് എന്താന്ന് ഇവിടെ ഇരുന്ന് ആലോചിച്ചു. എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ അവസാനം പ്രാർത്ഥിച്ചത് എന്താ? മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി. റബ്ബേ, നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ. ആരാ പ്രാർത്ഥിക്കണേ? ഖലീലുല്ലാഹി എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാണ്, പടച്ചോനെ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഇന്നെ ഉൾപ്പെടുത്തണേ. സൂറത്തുൽ ഇബ്രാഹിമേ, അല്ലെങ്കിൽ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് എത്ര വട്ട ഖുർആൻ കത്തം തീർത്ത് സൂറത്തുൽ ഇബ്രാഹിമിൽ എത്ര തവണ വായിച്ച് നമ്മൾ അർത്ഥം വെക്കാതെ പോയത്? ഈ പ്രാർത്ഥന ഒരു തവണയെങ്കിലും നമ്മൾ ചൊല്ലിക്കണമെന്ന് ആലോചിച്ച് നോക്കി. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി. എന്നിട്ട് ചേർത്ത് പറയാണ് വമിൻ ദുർരിയത്തി, എൻ്റെ മക്കളിലും. ആരാ മക്കൾ എന്ന് പറഞ്ഞാല്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ 2 മക്കളിലും നമസ്കാരം നിലനിർത്താൻ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നത് ചരിത്രം പറയാനല്ല, ഒരു ഉമ്മ പ്രാർത്ഥിക്കാനാണ്, ഒരു വാപ്പ പ്രാർത്ഥിക്കാനാണ്. കൂട്ടരെ, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇരുന്ന് നമ്മൾ ആലോചിക്കുക. മക്കളുടെ ദുനിയാവിലെ നേട്ടത്തിനു വേണ്ടി മുസല്ല നനഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കൾ ആവാം, പ്രാർത്ഥിക്കാം. അതിൻ്റെ കൂടെ അവരുടെ പരലോകത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നാണ്, എന്തു പ്രാർത്ഥിച്ചു ഞാൻ എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ എന്തുത്തരം ഉമ്മ എന്ന നിലയിൽ, വാപ്പ എന്ന നിലയിൽ എനിക്ക് പറയാനുണ്ട് എന്ന ചോദ്യം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കണം. ഞാൻ അവസാനിപ്പിക്കുമ്പോ നമ്മൾ കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മൾ തോന്നിയ പോലെ നടക്കുക, നമ്മൾ തോന്നിയ പോലെ രൂപത്തിലാവുക. വാപ്പ ചെറിയ രൂപത്തിൽ ലഹരി, എന്നിട്ട് കുട്ടീനെ ഉപദേശിക്കാൻ കഴിയില്ല. എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റും? കുടുംബത്തിൽ ഒരു കല്യാണത്തിന് പോകുമ്പോ ഇതേ ഷാളിട്ട്, ഇതേ തട്ടമിട്ട്, ഇതേ ചെരുപ്പിട്ട് ഞാൻ പോകുന്നു. എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? ആണുങ്ങളൊക്കെ ചിലപ്പോൾ ഇതേപോലെ തന്നെ കരം പോവാ. ഇന്ന് മഗ്‌രിബിനേശം ഒരു ഫംഗ്ഷൻ ഉണ്ട് പറഞ്ഞാൽ അതേ കുപ്പായം തുണി എടുത്തിട്ട് പോകാൻ പറ്റും. ഇവിടെ ഉള്ളവരൊക്കെ ചിലപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ തന്നെ പോവും. പൊതുസമൂഹത്തിൽ അങ്ങനെയല്ല. പള്ളിക്ക് വേറെ, പ്രോഗ്രാമിന് വേറെ, കല്യാണത്തിന് വേറെ അല്ല. മാറ്റമുണ്ടാകണം. നമ്മുടെ ദീനിന്റെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവണം. അത് കൃത്യമായി കീപ്പ് ചെയ്യുന്ന ഒരു ഉമ്മക്കെ കുട്ടീനെ ഉപദേശിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഷാള്, എൻ്റെ തട്ടം, എൻ്റെ കാല്, എൻ്റെ സൈഡ് ഓപ്പൺ ചുരിദാറ്, അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ എൻ്റെ പാൻറ് നിര്യാണിന്റെ താഴെ പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ വസ്ത്രവും നമ്മുടെ സംസാരവും നമ്മുടെ ശൈലിയും. വാപ്പ ഫോൺ എടുത്തിട്ട് ആരാണോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂട്ടുകാരാവും എന്തെങ്കിലുമൊക്കെ ഫുൾ കളവാ വാപ്പ പറയണേ. കുട്ടി അപ്പുറത്തിരുന്നത് കേൾക്കുക. ഞാൻ അങ്ങോട്ട് ഓഫീസിൽ ഇപ്പണ്ട് എത്തും. എവിടെ? വാപ്പ തുണിയും കുപ്പായും കൂടി മാറ്റിയില്ല, കൊലായും ഇരുന്ന് ചായ കുടിക്കുക. ഇത് എത്ര പറഞ്ഞതാണ്? അല്ല, അത് ചീത്ത. ഇനി കുട്ടികൾ കേൾക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വീട്ടിൽ നിന്നാണ് പുറത്ത് കയറാൻ തെങ്ങിൻ്റെ തൊട്ട് കൂടെ 2 റൗണ്ട് അടിച്ചിട്ട് പുറത്ത് പോയി അവിടെ നിന്നിട്ട് പെരും ചീത്ത. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ അത് കേൾക്കുന്നുണ്ട്, കുട്ടിയടക്കം. എന്നിട്ട് ഓൻ എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ ഓൻ ഉപദേശിക്കാൻ പോവല്ല. പ്രിയപ്പെട്ടവര്, നമ്മൾ മാറണം. എന്നിട്ട് നമ്മുടെ മക്കളെ മാറ്റാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തോടൊപ്പം സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റാളുകൾ റബ്ബേ, ദീനിനോട് താല്പര്യമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നവർ ഞങ്ങളുടെ വീടുകളിൽ അടക്കമുണ്ട്. ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, മക്കളിലുണ്ട് റബ്ബേ. അവർക്കൊക്കെ ദീനിനോടുള്ള വല്ലാത്തൊരിഷ്ടം അവരുടെ ഹൃദയത്തിൽ നിറച്ചു നൽകി റബ്ബേ, സ്വർഗത്തിലേക്ക് കുടുംബത്തോടൊപ്പം കടന്നു പോകുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നവർ, മാനസിക പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഞങ്ങൾക്കിടയിലുണ്ട് റബ്ബേ. എല്ലാ പ്രയാസങ്ങളും മാറ്റി
എല്ലാ നിലക്ക് നീ സൗഖ്യം നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار واجر والدينا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين ورحمتك يا ارحم الراحمين. وصلى الله على نبينا محمد واله وسلم. السلام عليكم ورحمه الله وبركاته.